വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഈ ഐഷി ഘോഷിനെതിരായ ദില്ലി പോലീസിന്റെ പ്രതികാര നടപടിയിൽ ഉണ്ടായത്. ഈ അഭിജിത് ദീപ്കെ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ അടക്കം ഐഷി ഘോഷിനെ പിന്തുണയുമായും ഇനിയും ഇത്തരത്തിലുള്ള പ്രതികാര നടപടികൾ പോലീസ് തുടർന്നാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന മുന്നറിയിപ്പ് അടക്കം അഭിജിത് ദീപ്കെയുടെ ഭാഗത്ത് നിന്ന് അടക്കമുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പിന്തുണയും ലഭിച്ചിരുന്നു. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം ദില്ലി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ ഉണ്ടായ പ്രതികാര നടപടിക്കെതിരെ രാജ്യവ്യാപകമായി തന്നെയാണ് പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നത്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ CJP പ്രതിഷേധത്തിന്റെ പേരിൽ തന്നെയാണ് ഇത്തരമൊരു പ്രതികാര നടപടി ഐഷി ഘോഷിനെതിരെ ഉണ്ടാകുന്നത്. അതും 2021 നടന്ന കേസിന്റെ പേരിലാണ് ഐഷി ഘോഷ് അറസ്റ്റ് ചെയ്യാനായിട്ടൊരു നീക്കം ദില്ലി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ഇതിനെതിരെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ രംഗത്ത് വന്നിരുന്നു. CJP കഴിഞ്ഞ ദിവസം തന്നെ രംഗത്ത് വന്നിരുന്നു. അഭിജിത് ദീപ്കെ ഉൾപ്പെടെ പറഞ്ഞത് വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ വേട്ടയാടാനാണ് നീക്കമെങ്കിൽ വീണ്ടും തെരുവിലേക്ക് സമരവുമായി ഇറങ്ങേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് അഭിജിത് ദീപ്കെ കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നു. മറ്റ് AASF ഉൾപ്പെടെയുള്ള സംഘടനകളും ഐഷി ഘോഷിനെ പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. അപ്പോൾ അത്തരത്തിൽ രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധമാണ് ഈ ഐഷി ഘോഷിനെ ഇത്തരത്തിൽ വേട്ടയാടി കസ്റ്റഡിയിലെടുക്കാനുള്ള അറസ്റ്റ് ചെയ്യാനുള്ള ദില്ലി പോലീസിന്റെ നീക്കത്തിനെതിരെ ഉടലെടുത്തത്. മാത്രമല്ല ഈ പ്രതിപക്ഷം അടക്കം ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ രാഹുൽ ഗാന്ധി അടക്കം ഈ വിഷയം പരാമർശിച്ചായിരുന്നു സംസാരിച്ചത്. അതേസമയം ഈ ദില്ലി പോലീസിനെതിരെ അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് അടക്കം ഉണ്ടായത്. ഇതിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയായിരുന്നു ഈ ദില്ലി പോലീസും കേന്ദ്രവും. ഇത് വീണ്ടും ഒരു തിരിച്ചടി എന്ന പോലെയാണ് ഈ ഐഷി ഘോഷിന്റെ അറസ്റ്റ് വാറണ്ട് സ്റ്റേ ചെയ്തത്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഐഷി ഘോഷിനെതിരായിട്ടുള്ള നടപടിയിൽ ഇന്ന് രാജ്യസഭയിലടക്കം വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയത്. ഇന്ന് രാജ്യസഭാ നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിൽ തന്നെ ജോൺ ബിട്ടാസ് MP ഇക്കാര്യം സഭയിൽ ഉന്നയിച്ചിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്ന ആവശ്യം ജോൺ ബിട്ടാസ് MP ഉന്നയിച്ചിരുന്നു. കാരണം AKG ഭവനിലേക്ക് ദില്ലി പോലീസ് കയറിയത് ഇത്തരത്തിൽ പെർമിഷൻ ഇല്ലാതെയാണ്. അതോടൊപ്പം തന്നെ സിവിൽ ഡ്രസ്സിൽ യൂണിഫോം ഇല്ലാതെ, ബാഡ്ജ് ഇല്ലാതെ സ്വകാര്യ വാഹനത്തിലാണ് AKG ഭവനിലേക്ക് എത്തിയത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു നടപടി എന്തുകൊണ്ടുണ്ടായി? വിദ്യാർത്ഥികളെ വേട്ടയാടുന്ന നടപടിക്കെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്ന ആവശ്യമാണ് ജോൺ ബിട്ടാസ് MP ഇന്ന് രാജ്യസഭയിൽ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ മല്ലികാർജുൻ ഖാർഗെയും വലിയ പ്രതിഷേധം തന്നെയാണ് സഭയിൽ രേഖപ്പെടുത്തിയത്. ആരാണ് ഇത്തരത്തിൽ ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് ഇത്തരത്തിൽ കയറാൻ ദില്ലി പോലീസിന് ഉത്തരവ് നൽകിയത്, നിർദ്ദേശം നൽകിയത് ആരാണ്? ഇത്തരത്തിൽ ആ പാർട്ടി ഓഫീസിൽ കയറിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം മല്ലികാർജുൻ ഖാർഗെയും ശക്തമാക്കി. അതോടൊപ്പം തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കിയത്. എന്തായാലും രാജ്യസഭ വീണ്ടും ചേർന്ന സാഹചര്യത്തിലൊക്കെ തന്നെ ആഭ്യന്തരമന്ത്രി സഭയിലെത്തി മറുപടി പറയണമെന്ന ആവശ്യത്തിന് പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. അത്തരത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് സഭയിൽ അരങ്ങേറുന്നത്. ലോക്സഭയിലും രാഹുൽ ഗാന്ധി അമിത്ഷായ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. അമിത്ഷാ സഭയിലെത്തി മറുപടി പറയണമെന്ന നിലപാടിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ലോക്സഭയിലും ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല വിഷ്ണു, ഈ ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിൽ അടക്കം വിദ്യാർത്ഥികൾക്കെതിരെ കേസ് എടുക്കരുത്, പ്രതികാര നടപടികൾ പാടില്ല എന്ന സുപ്രീം കോടതി നിർദ്ദേശം അടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഈ പ്രതികാര നടപടികളുമായി ദില്ലി പോലീസ് നീങ്ങിയത്. ഇതിനേറ്റ തിരിച്ചടി എന്നതിൽ സംശയമില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഈ CJP പ്രതിഷേധത്തിന് മുന്നിൽ മോദി സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നതോടുകൂടിയാണ് വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള പ്രതികാര നടപടികളിലേക്ക് പോലീസ് നീങ്ങിയത്. അവരെ കസ്റ്റഡിയിലെടുക്കുക, അത്തരത്തിൽ അറസ്റ്റ് ചെയ്യുക ഉൾപ്പെടെയുള്ള നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തന്നെ കൃത്യമായി ഒരു കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഈ പ്രതിഷേധത്തിന്റെ പേരിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടികളൊന്നും തന്നെ ഉണ്ടാകരുത് എന്ന നിർദ്ദേശമായിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പോലും നൽകിയത്. പക്ഷെ അത്തരത്തിലൊരു ഉത്തരവ് അല്ലെങ്കിൽ നിർദ്ദേശം വന്ന്
മണിക്കൂറുകൾ കഴിയും മുന്നേ ആയിരുന്നു ഐഷി ഘോഷിനെ വേട്ടയാടാനായിട്ടുള്ള ഒരു നടപടി ദില്ലി പോലീസിന്റെ ഭാഗത്തുനിന്നും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അതിനെതിരെയാണ് വലിയ തരത്തിലൊരു പ്രതിഷേധം ഉയർന്നു വന്നത്. എന്തായാലും ദില്ലി പോലീസിന്റെ അത്തരമൊരു നീക്കത്തിനെതിരെ പ്രതികാര നടപടിക്കെതിരെ തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. CJP പ്രതിഷേധം വിജയിച്ചതിന് പിന്നാലെ ലഭിക്കുന്ന അടുത്ത ഒരു തിരിച്ചടിയാണ്. ദില്ലി പോലീസിന് മാത്രമല്ല, ദില്ലി പോലീസിനെ നിയന്ത്രിക്കുന്ന അമിത്ഷായ്ക്കും മോദി സർക്കാരിനും കൂടിയേറ്റ വലിയ തിരിച്ചടിയാണ് ഇത്തരത്തിൽ പട്യാല ഹൗസ് കോടതി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള അറസ്റ്റ് വാറന്റ് സ്റ്റേ ചെയ്യുന്നതിലൂടെ ലഭിച്ചത്. ഉമ.